ഇനി കോട്ടയത്തേക്കാണ്. വാശിയേറിയ പോരാട്ടമാണ് കോട്ടയം ജില്ലയിൽ നടക്കുന്നത്. ആകെയുള്ള 9 സീറ്റുകളിൽ 4ഇടത്തും വിജയിക്കുക ആരെന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത പോരാട്ടമാണ്. ത്രികോണ മത്സരം നടക്കുന്ന പാലായിലും പൂഞ്ഞാറിലും ഫലം പ്രവചനാതീതമാണ്. അഖിൽ കെ വിവരങ്ങൾ നൽകും. അഖിൽ, 2021 ആകെയുള്ള 9-ൽ 5 LDF-നൊപ്പമായിരുന്നു, 4 UDF-നൊപ്പമായിരുന്നു. അതിൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു സ്വാധീനം ഇടതുപക്ഷത്തെ വല്ലാതെ തുണച്ചു. ഇത്തവണ കേരള കോൺഗ്രസ് എമ്മിനും ജോസ് കെ മാണിക്കും ഏറെ നിർണായകം. പാലായിൽ ത്രികോണ മത്സരം, പൂഞ്ഞാറിൽ PC ജോർജ് നിർണായകം. BJP-യിൽ ഉണ്ടാകുമോ അച്ഛനും മോനും PC ജോർജും ഷോൺ ജോർജും ഉണ്ടാവുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ഏറ്റുമാനൂരിൽ VN വാസവൻ മന്ത്രി നേടുന്നത് വലിയ മത്സരം, മന്ത്രി പരാജയപ്പെടുമോ? ഒരുപാട് ചോദ്യങ്ങളുണ്ട് കോട്ടയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ. അഖിൽ, വാശിയേറിയ പോരാട്ടം തന്നെയാണ് ആ കോട്ടയത്തുള്ളത്. കാരണം 4 മണ്ഡലങ്ങളിൽ കടുത്ത ത്രികോണ മത്സരമുണ്ട്. അല്ലെങ്കിൽ ഈ നെക്ക് ടു നെക്ക് ആയിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന 4 മണ്ഡലങ്ങളാണ് കോട്ടയം സംബന്ധിച്ചോളം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതിൽ ഒന്ന്. മന്ത്രി VN വാസവൻ മത്സരിക്കുന്ന ഏറ്റുമാനൂർ, മറ്റൊന്ന് ചങ്ങനാശ്ശേരിയും പൂഞ്ഞാറും. ഒപ്പം തന്നെ ഏറ്റവും സ്റ്റാർ മത്സരം നടക്കുന്ന പാലായുമാണ് ഇത്തരത്തിലൊരു നെക്ക് ടു നെക്ക് മത്സരം നടക്കുന്ന 4 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. ബാക്കി 5 മണ്ഡലങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാനില്ല. കോട്ടയത്താണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പുതുപ്പള്ളിയിലാണെങ്കിൽ ചാണ്ടിമൻ, വൈക്കത്ത് CPI-യുടെ P പ്രദീപ്, ഒപ്പം തന്നെ കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ്, കാഞ്ഞിരപ്പള്ളിയിൽ N ജയരാജ. ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും. ഇതിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമായിരിക്കും ഈ ഒരു പറഞ്ഞ 5 പേരുകളിൽ ഒരു മാറ്റം ഉണ്ടാവുക എന്നതാണ്. പക്ഷേ പാലായിലായാലും പൂഞ്ഞാറിലായാലും ചങ്ങനാശ്ശേരിയിലായാലും ഏറ്റുമാനിലായാലും ഒരു കടുത്ത പോരാട്ടമുണ്ട്. ഏറ്റുമാനിൽ ഒരു പക്ഷേ കുറച്ചുകൂടി ഒരു മേൽക്കൈ മന്ത്രി VN വാസവൻ ഉണ്ട് എന്നുള്ളതാണ്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിളായാലും ശരി, വിനു ജോബായാലും ശരി, ഒരു നെക്ക് ടു നെക്ക് വാശിയേറിയ ഒരു പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. പൂഞ്ഞാറിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു കടുത്ത മത്സരത്തിലേക്ക്, അത് കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക് UDF പോയെങ്കിൽ ഇത്തവണ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. സെബാസ്റ്റ്യൻ MC അതിനുവേണ്ടി കളത്തിലിറക്കി. അത് ഫലം കണ്ടു എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങൾ പറയുകയും ചെയ്തത്. പക്ഷേ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA നിസാരനാക്കി തള്ളിക്കളയാനും കഴിയില്ല. ഈ വോട്ടുകളിൽ ഒരു സമവാക്യം, അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ പിടിച്ച വോട്ട് പിടിക്കാൻ കഴിഞ്ഞാൽ വിജയിച്ച് മുന്നേറാൻ കഴിയുമെന്ന പ്രതീക്ഷ PC ജോർജിനുമുണ്ട് എന്നുള്ളതാണ് പൂഞ്ഞാർ മണ്ഡലത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഇനി ഏറ്റവും കടുത്ത മത്സരം നടക്കുന്ന, ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്നത് അത് പാലാ മണ്ഡലത്തിൽ തന്നെയാണ് എന്നുള്ളതാണ്. ജോസ് കെ മാണിക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇത്തവണ വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ജോസ് കെ മാണിയെ സംബന്ധിച്ചോളം, ജോസ് കെ മാണി രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ചോളം വലിയ തിരിച്ചടി തന്നെയാവും എന്നുള്ളത്. പക്ഷേ ഇത്തവണ വിജയിക്കുമെന്ന പ്രതീക്ഷ ജോസ് കെ മാണിക്കുണ്ട്. മണ്ഡലം നിലനിർത്താനാവുമെന്നാണ് കപ്പൻ പറഞ്ഞത്. പക്ഷെ പലയിടങ്ങളിലും കപ്പൻ പുറകോട്ട് പോകും എന്നൊരു പൊതുവായിട്ടുള്ള അഭിപ്രായമൊക്കെ പല ഘട്ടങ്ങളിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. BJP-യുടെ NDA-യുടെ ഒരു സർവേ പ്രകാരം അവർ 3ാമതേക്ക് പോകുമെന്നൊക്കെയാണ് പറയുന്നത്. NDA-യും അതേപോലെ തന്നെ വിജയ പ്രതീക്ഷയുണ്ട്. ഷോൺ ജോർജിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ മണ്ഡലത്തിൽ ഈ കോൺഗ്രസ് വോട്ടുകളിൽ നിന്നും അത് മാണി വിരുദ്ധ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തും. കപ്പൻ വിരുദ്ധ വോട്ടുകളും തന്നിലേക്കാണ് എത്തുക എന്നുള്ളൊരു കണക്കൂട്ടലാണ് ഷോൺ ജോർജിനെ സംബന്ധിച്ചോളം ഉള്ളത്. എന്തായാലും കോട്ടയത്ത് തവണ പോരാട്ടം കടുത്തതാണ്. 4 മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം, കടുത്ത മത്സരം നടക്കുന്നുണ്ട്. ആര് വിജയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത 4 മണ്ഡലങ്ങളിൽ 9-ൽ 4 മണ്ഡലങ്ങൾ കോട്ടയത്തുണ്ട്. ഷിയാസ്, ശരി. അഖിലാണ് വിവരങ്ങൾ നൽകിയത്.